കൊണ്ടുപോവല്ല വർഗീസേട്ടാ, കുറച്ച് ദിവസം കൂടി എനിക്ക് തരാൻ പറ. എനിക്കവനെ കണ്ടു മതിയായില്ല. പാല് കുടിപ്പിച്ച് കൊതി തീർന്നില്ല. കൊണ്ടുപോണ്ടാന്ന് പറ വർഗീസേട്ടാ. ഓടി വന്ന അയാൾക്ക് മുന്നിൽ തടസ്സം നിൽക്കുമ്പോൾ അടിയിലെ സ്റ്റിച്ച് പൊട്ടി ദേഹം നോവുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ മുന്നിൽ അലമുറയിട്ട് കരയുന്ന ആ പാവം പെണ്ണിനെ വർഗീസേട്ടൻ നിസ്സഹായതയോടെ നോക്കി. ആ വൃദ്ധൻ്റെ കണ്ണും തുളുമ്പി തൂവുന്നുണ്ടായിരുന്നു. വർഗീസേട്ടാ. പിന്നെയും ശബരിയുടെ ശബ്ദം ഉയർന്നതും വർഗീസേട്ടൻ അവളെ തഴഞ്ഞ് മുന്നോട്ട് നടക്കാനാഞ്ഞു. തനു പെട്ടെന്ന് അവരുടെ കയ്യിലെ കിറ്റിൽ പിടുത്തമിട്ടു. കൊണ്ടുപോവല്ലേ വർഗീസേട്ടാ, കുറച്ച് ദിവസം കൂടി എനിക്ക് തരാൻ പറ. എൻ്റെ പൊന്നിനെ എനിക്ക് കണ്ടു മതിയായില്ല വർഗീസേട്ടാ. എനിക്ക് അവൻ്റെ അടുത്ത് കൊതി തീർന്നില്ല. എന്തേ വേണ്ടു എന്നറിയാതെ വർഗീസേട്ടൻ നിസ്സഹായതയിൽ നിൽക്കുമ്പോൾ ശബരി കുഞ്ഞിനെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ കിടത്തി ഇറങ്ങി വന്ന് ഒരു കാറ്റുപോലെ അവൻ പാഞ്ഞു വന്നതും തനുവിൻ്റെ കവിളടക്കം ഒന്ന് കൊടുത്തതും ഒരുമിച്ചായിരുന്നു. അയ്യോ കുഞ്ഞെ, മഹാപാപം ചെയ്യല്ലേ. വർഗീസേട്ടൻ കയ്യിലിരുന്ന കവറ് താഴെയിട്ട് ശബരിയെ വട്ടം പിടിച്ചു. എൻ്റെ പൊന്നു മോളെ. അടിയുടെ ആഘാതത്തിൽ കുഴഞ്ഞു വീഴാൻ പോയ തനുവിനെ ശാരദാമ്മ ഓടി വന്ന് താങ്ങി. തള്ളയോടും മോളോടും കൂടി പറയുക, ഇനി കുഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് വേഷം കെട്ടെടുത്ത രണ്ടിനെ ഞാൻ അഴിയെണ്ണിക്കും. എനിക്ക് തരാനുള്ള ക്യാഷ് മുതലും പലിശയും തീർത്ത് മുഴുവൻ ഈടാക്കിയിട്ടേ പിന്നെ ഞാൻ പുറലോകം കാണിക്കൂ. അതിനിടയിൽ പൊട്ടിപ്പെണ്ണും പൊട്ടിന് കിടന്ന് ചാവുന്നതും കൂടി കാണേണ്ടി വരും. നല്ലതാണേ ശബരി, നല്ലതാ. എന്നോട് ഉടക്കാനാ ഭാവമെങ്കിൽ നിങ്ങൾ വിവരം അറിയും. കൈ ചൂണ്ടി താക്കിയതോടെ അവനത് പറഞ്ഞതും മുന്നോട്ട് നീങ്ങുമ്പോൾ തൻ്റെ ചുമലിൽ വാടിയ ചേമ്പിൻ തണ്ട് പോലെ കിടക്കുന്ന തനുവിനെ ഉണർത്താൻ ശ്രമിക്കുകയായിരുന്നു ശാരദാമ്മ. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വർഗീസേട്ടൻ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ട് ശബരി അയാളെ നോക്കി. വർഗീസേട്ടൻ കരയാണോ? അയാൾ പുറം കൈ കൊണ്ട് കണ്ണുകൾ തുടച്ച് അവനെ നോക്കി. എന്നാലും കുഞ്ഞെ, ഇത് കുറച്ച് കൂടിപ്പോയി. അതൊരു അമ്മയല്ലേ, അതിനെ തല്ലണ്ടായിരുന്നു. അവിടെ കിടന്ന് ഷോ ഇറക്കിയിട്ടല്ലേ? ശബരി പറയുന്നത് കേട്ട് വർഗീസേട്ടൻ ഒന്നും മിണ്ടാതെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എൻ്റെ കുഞ്ഞ് അവളുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി സന്തോഷത്തിലും സൗഭാഗ്യത്തിലും ആയിരിക്കും എൻ്റെ കൂടെ വളരുന്നത്. അതിൽ സംശയമുണ്ടോ വർഗീസേട്ടന്? പിന്നെ ഒരു ദിവസം കഴിഞ്ഞാലും ഒരു മാസം കഴിഞ്ഞാലും ഒരു കൊല്ലം കഴിഞ്ഞാലും കുഞ്ഞിനെ അവർ മനസ്സോടെ വിട്ടുതരാൻ പോകുന്നില്ലെന്നും എനിക്കറിയാം. അവർ കുറച്ച് നാൾ കഴിഞ്ഞാൽ എല്ലാം മറന്നോളൂ. കുഞ്ഞൊന്ന് ചിണുങ്ങിയപ്പോൾ ശബരി അവനെ നെഞ്ചോട് ചേർത്തു. കുഞ്ഞിത്തുടയിൽ പതിയെ താളമിട്ടു. അവൻ ഉണർന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം കൊണ്ടുരസാൻ തുടങ്ങി. അവൻ ആഗ്രഹിച്ചത് കിട്ടാതായതും കുഞ്ഞി ചുണ്ടു പിളർത്തി മെല്ലെ കരയാൻ ആരംഭിച്ചു. ഓ ഓ അച്ചട വാവേ, അച്ചട മുത്ത് കരയല്ലേ. തെല്ലകലെ അവൻ്റെ അമ്മയുടെ മാറിടം അപ്പോൾ അറിയാതെ ചുരത്തുന്നുണ്ടായിരുന്നു. ഇട്ടിരുന്ന ഡ്രസ്സിനെ നനച്ചുകൊണ്ട് പാല് പുറത്തേക്ക് ഒഴുകിയതും തനു നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു. അമ്മേ, എൻ്റെ കുഞ്ഞിന് വിശക്കുന്നുണ്ടമ്മേ, എനിക്ക് അവന് പാല് കൊടുക്കണം. എൻ്റെ നെഞ്ചി വല്ലാതെ നോവുന്നമ്മേ. നിലത്ത് ചുമരോട് ചാരിയിരുന്നവൾ കരച്ചിലോടെ അവരെ നോക്കി. ആ നോവ് ഏതൊരമ്മയ്ക്കും മനസ്സിലാവുന്നതായിരുന്നു. അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ശാരദാമ്മ നിസ്സഹായതയിൽ നിന്നു. അമ്മേ. പിന്നെയും തനുവിൻ്റെ നിലവിളി അലയടിച്ചു. എൻ്റെ നെഞ്ച് തീർന്നമ്മേ, എനിക്ക് അവന് പാല് കൊടുക്കണം. അവന് വിശക്കുന്നുണ്ടമ്മേ, എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് വേദനിക്കണം, വല്ലാതെ തോന്നുന്നു. അവൾ ചുമരിൽ തലയിട്ടുരുട്ടി. ശാരദാമ്മ കണ്ടു നിൽക്കാൻ കെൽപ്പില്ലാതെ പുറത്തോട്ടിറങ്ങി. ദൈവങ്ങളെ, ഇങ്ങനെ പരീക്ഷിക്കാതെ ഞങ്ങൾ മൂന്നിനെ അങ്ങ് വിളിച്ചുകൂടി. അവർ ആത്മാർത്ഥമായി കരഞ്ഞ് ദൈവത്തെ വിളിച്ചുപോയി. വൈദേഹിയോട് ശ്രീനിലയത്തിലേക്ക് വരാൻ വിളിച്ചു പറഞ്ഞിട്ട് ശബരി ഫോൺ കട്ട് ചെയ്തു. മോൻ അപ്പോഴേക്കും കരഞ്ഞ് പിന്നെയും ഉറങ്ങിപ്പോയിരുന്നു. ശ്രീനിലയത്തിലെ ഗേറ്റ് മുതൽ ഉള്ളിലോട്ട് തോരണങ്ങളാലും ലൈറ്റുകളാലും അലങ്കരിച്ചിരുന്നു. ആയമ്മയും പുതിയ ആയയും ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ എന്താ അമ്മേ? വൈദേഹി അവരെ അത്ഭുതത്തോடு നോക്കി. എനിക്കൊന്നും അറിയാൻ വയ്യ മോളെ, ഇന്നലെ മുഴുവൻ അവൻ ഇതായിരുന്നു പണി. ആയമ്മ കൈമലർത്തി. വൈദേഹി ഫോണെടുത്ത് ശബരിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, ഞാൻ വീട്ടിലെത്തി ശബരി. എന്താ ഇവിടെ, എന്തെങ്കിലും പാർട്ടി നടത്തുന്നുണ്ടോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. എൻ്റെ മോൾക്കൊരു ബിഗ് സർപ്രൈസ് ഉണ്ട്, വെയിറ്റ് ആൻഡ് സീ, ശബരി കുസൃതിയോടെ പറഞ്ഞു. ശ്രീനിലയത്തിലേക്ക് ശബരിയുടെ വണ്ടി ഒഴുകിയെത്തിയതും എല്ലാവരും പുറത്തേക്ക് വന്നു. വർഗീസേട്ടൻ വണ്ടിയിൽ നിന്നും സാധനങ്ങളെല്ലാം എടുത്തിറങ്ങി. ശബരി കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു സൂക്ഷ്മതയോടെ ഇറങ്ങിയതും എല്ലാ കണ്ണുകളും ഒരുമിച്ച് മിഴിഞ്ഞു. വൈദു ഒരു കാറ്റുപോലെ അവനരികിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ കുഞ്ഞ, അവൻ ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് ആ കയ്യിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ച്. വൈദു ഒരേങ്ങലോടെ കുഞ്ഞിനെ പുണർന്നു. നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി. അന്തം വിട്ട് നിൽക്കുന്ന അമ്മയോട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. അവരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തു.
അവർ സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചു. അവനെ ചുംബിച്ചു. സ്വസ്ഥമായ ഉറക്കത്തിന് പിന്നെയും ഭംഗം വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. വൈദു അവനെ കയ്യിലെടുത്ത് മാറോട് ചേർത്തു. അവൻ അവളുടെ മാറിൽ മുഖമിട്ടുരസി. വൈദു ആഹ്ലാദം കൊണ്ട് വീർപ്പുമുട്ടി. അവൻ അമ്മിഞ്ഞയ്ക്കായി പരതുമ്പോൾ വൈദുവിനെ തൻ്റെ മാറിടം ചുരത്തുന്നത് പോലെ തോന്നി. റൗണ്ട്സിന് പോയി തിരികെ റൂമിലെത്തിയപ്പോൾ ഹരിക്ക് തല പൊട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി. എന്തിനെന്നറിയാത്ത ഒരു ഭാരം നെഞ്ചിൽ. അവൻ ശബരിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ. എടാ എന്തായി? എന്താവാൻ, എൻ്റെ കുഞ്ഞിനെ ഞാനും കൊണ്ടുവന്നു. അവൾ കുഞ്ഞിനെ തന്നു കിട്ടോ? തന്നൊന്നുമില്ല, അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു. പിന്നെ രണ്ടിനെ അഴിയെണ്ണിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നു കിട്ടും. ഇത് കുറച്ച് കൂടുതലായിപ്പോയി ശബരി. ഹരിയുടെ ശബ്ദം വിറച്ചു. നീ ചുമ്മാ എന്നോട് ഉടക്കാൻ നിൽക്കണ്ട. നല്ലപോലെ ക്യാഷ് എറിഞ്ഞു കൊടുത്തിട്ടല്ലേ, ചുമ്മാ ഒന്നുമല്ലല്ലോ. അവൻ ദേഷ്യത്തോടെ ഫോൺ വെച്ചിട്ട് പിന്നെയും ഏറെ നേരം ഹരിയായിരിപ്പിരുന്നു. രാവേറെ ചെന്നിരുന്നു. വീട്ടിൽ ലൈറ്റ് പോലും തെളിയിക്കാതെ 3 പേരും 3 ഭാഗത്ത് കിടപ്പാണ്. ശാരദാമ്മ നിർബന്ധിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും 2 പേരും കഴിക്കാൻ കൂട്ടാക്കിയില്ല. ഇടയ്ക്കെപ്പോഴോ ശാരദാമ്മ തളർന്നു മയങ്ങിപ്പോയി. ആരുടെയോ ദീനമായ ഞെരക്കവും മൂളലും കേട്ടാണ് അവർ ഞെട്ടിക്കണ്ണു തുറന്നത്. ലൈറ്റിട്ട് നോക്കുമ്പോൾ തനുവാണ് കരയുന്നത്. മോളെ. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് അവളെ കുലുക്കി വിളിക്കാൻ നോക്കിയതും അവർ ഞെട്ടി കൈ പിൻവലിച്ചു. തീക്കൊള്ളിയിൽ തൊട്ടതുപോലെ അവളെ പൊള്ളുന്നുണ്ടായിരുന്നു.